ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണയുടെ ഡെലിവറി വ്ളോഗ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. എല്ലാവിധ സൗകര്യങ്ങളോടും വീട്ടുകാരുടെ സാമീപ്യത്തിൽ ദിയയ്ക്ക് കുഞ്ഞിന് ജന്മം നൽകാനായത് നിരവധി പേർ ചൂണ്ടിക്കാട്ടിയിരുന്നു. കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഡെലിവറി വ്ളോഗാണിത്. ദിയയ്ക്ക് ലഭിച്ച പരിഗണനയും സ്നേഹവും പ്രസവ സമയത്ത് എല്ലാ സ്ത്രീകൾക്കും ആവശ്യമാണ് എന്നുള്ള അഭിപ്രായം ഇതിനോടകം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനിടെ സംവിധായകൻ ആലപ്പി അഷ്റഫ് തൻ്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത്. 3 ഇഡിയറ്റ്സ് എന്ന സിനിമയിലേതുപോലെയാണ് ദിയുടെ ഡെലിവറി വ്ളോഗ് എന്നാണ് ആലപ്പി അഷ്റഫ് പറയുന്നത്. ഒരു അമ്മ അനുഭവിക്കുന്ന പ്രസവ വേദനയും പ്രാണൻ പോകുന്ന തരത്തിലുള്ള അവരുടെ നിലവിളിയും കാണുന്നത് ഹൃദയഭേദകമാണ്. വിജയം വരിച്ച ആ ചിത്രത്തിലെ സക്സസ്ഫുൾ ഫോർമുലയാണ് ഇവിടെ ദിയയുടെ കാര്യത്തിലും പ്രയോഗിച്ചിരിക്കുന്നത്. ആ സിനിമയിലെ പോലെ അപ്പർ ബോഡി മാത്രമാണ് ലൈവായി കാണിച്ചിട്ടുള്ളത്. ആ ചിത്രത്തിലും കൂടെ നിൽക്കുന്ന കൂട്ടുകാർ ചേർന്ന് പുഷ് പുഷ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ ദിയയുടെ കാര്യത്തിലും എല്ലാവരും ചേർന്ന് അത് പറയുന്നത് കേൾക്കാം. സിനിമയിൽ പ്രസവം കഴിഞ്ഞയുടൻ കൂട്ട കയ്യടി, ദിയയുടെ പ്രസവം കഴിഞ്ഞയുടൻ കയ്യടിയും ആർപ്പുവിളിയും ഉയർന്നിരുന്നു. 2 പ്രസവവും ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ്, പണത്തിൻ്റെ ചാകര. എന്നാൽ ഇതേ ആഴ്ചയിൽ തന്നെ വേറെ 2 ഡെലിവറികൾ കൂടി യൂട്യൂബിൽ ലൈവായി സംപ്രേഷണം ചെയ്തിരുന്നു. എന്നാൽ അത് രണ്ടും ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു. അവർ യൂട്യൂബിൻ്റെ നിയമങ്ങൾ ലംഘിച്ചതാണ് കാരണമെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. അവർ പ്രസവരംഗം അപ്പാടെ ചിത്രീകരിച്ചത് കൊണ്ടാകാം മോണിറ്റൈസേഷനിൽ നിന്നും ഒഴിവാക്കിയത്. ഇപ്പോൾ അവർ എഡിറ്റ് ചെയ്ത് ആ പ്രശ്നം പരിഹരിച്ചതായി യൂട്യൂബിൽ കാണാമെന്ന് ആലപ്പി അഷ്റഫ് പറയുന്നുണ്ട്. ദിയയ്ക്ക് അനുമോദനങ്ങളും ആശംസകളുമായി ലക്ഷക്കണക്കിന് പേരെത്തുമ്പോഴും നിശിതമായി വിമർശിച്ചുകൊണ്ട് ചിലരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ യൂട്യൂബറായ ഒരു സ്ത്രീ പറയുന്നത് ദിയ കാണിച്ച പല കാര്യങ്ങളും ഫേക്കാണ് എന്നാണ്. വേദന അറിയാതെ പ്രസവിക്കാൻ വേണ്ടി എടുക്കുന്ന എപ്പിഡ്യൂൽ എന്ന ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ വേദന ഉണ്ടാകാനുള്ള സാധ്യത തീരെ കുറവാണ് എന്നാണ് അവരുടെ പക്ഷമെന്ന് ആലപ്പി അഷ്റഫ് പറയുന്നു. അലറി വിളിച്ചതും വെപ്രാളം കാണിച്ചതും വീഡിയോയ്ക്ക് വേണ്ടിയാണെന്നും അഭിനയമാണ് എന്നുമാണ് അവർ പറയുന്നത്. പ്രസവ വേദന തുടങ്ങിയാൽ എനിമയെടുത്ത് വയർ കാലിയാക്കിയിരിക്കുന്ന ഗർഭിണിക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കുന്നതല്ലാതെ ഒരു ഭക്ഷണവും കഴിക്കാൻ കൊടുക്കാറില്ല എന്നും ഈ യൂട്യൂബർ വാദിക്കുന്നുവെന്നും ആലപ്പി അഷ്റഫ് പറയുകയാണ്. അതേസമയം വലിയ ജനപിന്തുണ ദിയയ്ക്ക് കിട്ടിയെന്നും ആലപ്പി അഷ്റഫ് പറയുന്നുണ്ട്. എത്രത്തോളം വേദന സഹിച്ചാണ് അമ്മമാർ പ്രസവിക്കുന്നത്. അമ്മമാരെ അനാഥാലയങ്ങളിലും അമ്പലനടയിലും ഉപേക്ഷിക്കുന്നവർക്ക് ഇത് തിരിച്ചറിവിനുള്ള അവസരം കൂടിയാണ്. വേദന സംഹാരി ഉപയോഗിച്ച് പ്രസവിച്ചിട്ടും ഇത്രയും വേദനയും വെപ്രാളവും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു വേദന സംഹാരിയും ഉപയോഗിക്കാതെ ഞങ്ങളെ പ്രസവിച്ച അമ്മമാർ എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടാകുമെന്നും ആലപ്പി അഷ്റഫ് ചോദിക്കുകയാണ്.